ഗൈസ്, ഇന്ന് നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുന്നത്. സംഭവം എനിക്കല്ല, ബ്രൊട്ടോസിനാണ്. ബ്രൊട്ടോസ് ജോലിക്ക് പോകാൻ വേണ്ടി മൈലേജ് ഉള്ളൊരു ബൈക്ക് പുതിയത് ബുക്ക് ചെയ്ത്. TVSൻ്റെ വണ്ടിയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ബ്രൊട്ടോസിൻ്റെ ബൈക്ക് ലോഞ്ചിങ് ആണ്. നമുക്ക് ബ്രൊട്ടോസ് വഴി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വഴിയിലോട്ട് നടക്കുവാണ്. ബ്രൊട്ടോസ് കാറിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു പറ്റ ആൾക്കാരൊക്കെ ആയിട്ടാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. ഞങ്ങളൊന്ന് വീഡിയോ എടുക്കുന്നത് ഈ നാനോട്ട് വന്നെന്ന് പറയുമ്പോ ഞാൻ മരിയല്ല. ഈ വീഡിയോ റീച്ച് ആയിട്ട് വേണം ഫോട്ടോസിന് ഒരു EMI അടയ്ക്കാൻ അല്ലേ? അതെ, ഈ വീഡിയോ റീച്ച് ആവണം നമുക്ക് ഒരു EMI അടയ്ക്കണം. സൈക്കിൾ ഇട്ടിട്ട് 50,000 എന്ന് പറഞ്ഞിട്ടൊരു 1K പോലെ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. തക്കിന്റെ തഗ്ഗും ബ്രൊട്ടോസിന്റെ വണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് പാട്ട്. ജിൻസിന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെ മിക്കവാറും പോലീസ് പിടിക്കും. അപ്പൊ അത് കണ്ടല്ലേ അയ്യോ ജിൻസിനെ കാണാനില്ല. തക്കില്ലേ? അവരവിടുന്ന് വീഡിയോ എടുക്കുന്നു. അവരവിടുന്ന് സ്നാപ്പ് അടിക്കുന്നു. അവളിവിടുന്ന് വീഡിയോ എടുക്കുന്നു. ജിൻസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. കൈ ലിഫ്റ്റ് വെക്കുവാണ്. ഒരു തഗ് അടിച്ചിട്ട് കേറാവുള്ളു. തക്കിന്റെ തഗ്ഗും ബ്രൊട്ടോസിന്റെ വണ്ടി, അതാണ് നമ്മുടെ ക്യാപ്ഷൻ. ഫേമസ് ആണ് ഗൈസ്. ഒരുപാട് റീലുകളിലൂടെ ഫേമസ് ആയി വൈറലായ ഒരു വ്യക്തിയാണ്. ഇതൊക്കെ പറയണ്ട, റെക്കോർഡ് ചെയ്യണ്ട. റെക്കടിക്കല്ലേ? യൂട്യൂബറിനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. ഇതൊക്കെ മതി. ഇത് നാരേക്ക് വരെ തേങ്ങ കുഴപ്പമുണ്ട്. എന്നാണോ ഓടിയത് വരുന്നത്? 46 തേങ്ങിയിട്ടാണ് റിച്ച്നെസ് കാണുള്ളൂ. EMI തുടങ്ങാൻ നേരത്ത് കാണണം. ഒന്നാം തീയതി ഈ ലാഭം 1-ാം തീയതി തൊട്ട് കാണണം. 1-ാം തീയതി വണ്ടിയിൽ തയ്യാറായിട്ട് വെച്ചാൽ ഒരു തേങ്ങ വെച്ചിട്ട് കർപ്പൂരം കത്തിച്ച് വെച്ച് ഇങ്ങനെ ആക്കണോ? അത് 1-ാം തീയതി അവര് ഇതേപോലെ നാരങ്ങയൊക്കെ വെച്ച് കൊണ്ടുപോകും വണ്ടി. ഈ നാരങ്ങ നിങ്ങൾ തുടച്ചു വെച്ചു. അപ്പൊ നിങ്ങൾക്കൊന്നും കൂടി വരേണ്ട വരും. വീട്ടിൽ മാതളനാരങ്ങ സദ്യക്ക് പോവല്ല, വൈകുന്നേരം എടുക്കാം. ഇവിടുന്ന് വണ്ടി എപ്പോ പണിക്ക് പോകാനാണോ? ഇന്ന് ലീവ് ഇടറാ. പുതിയൊരു വണ്ടി ഭയങ്കര ടെൻഷനും പ്രഷറുമാണ് ഗൈസ് അല്ലേ? ജോലിക്ക് പോയാൽ ഒരു ദിവസം പോലും മുടങ്ങാൻ പറ്റില്ലത്. മറ്റേ പെണ്ണ് മരിച്ചുണ്ടായിരുന്നോ? ഒരു പെണ്ണ് ജോലി വർക്ക് പ്രഷർ കാരണം ആത്മഹത്യല്ല. ഏതാണ് ഇൻഫോ പാർക്ക് എന്തോ തോന്നുന്നു. അതെ, നിനക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിലൂടെ അത് അറിയിക്കണം. അതാ ഇപ്പൊ തന്നെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. വണ്ടി എടുക്കാൻ ജോലിക്ക് വരാണ് വണ്ടി എടുക്കണ മുന്നേ ഇത് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. എടാ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. വണ്ടി ഇവിടെ തന്നെ എടുക്കാം. സൂപ്പർ മാർക്കറ്റ് ആരൊക്കെയുണ്ടോ? ഇവിടെ സുവിറ്റസ് ഉണ്ടോ? കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യുന്ന അല്ലാതെ സൈക്കിളിന്റെ റിസൾട്ട് വരും. എനിക്കൊന്നും നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അതിന്റെ നമുക്ക് നാരങ്ങളെ കുടിച്ചിട്ട് പോവാം. അതൊക്കെ ടേറിടക്കം വെച്ച് കൽപ്പിച്ച് കളയാ. ഉപ്പിട്ടിങ്ങാന്ന് കഴിഞ്ഞ് ഇവിടെ കാണിയ ഇവിടെ ഇല്ലടാ. ഇവിടെ മറ്റേ സാധനങ്ങൾ ഗ്രോസറി ഐറ്റംസ്. എന്താ ഉദ്ദേശിക്കുന്നത്? വണ്ടി നിർത്താനാണോ? ക്യാമറ കയറ്റി ഫുഡ് ബ്ലോഗർ വണ്ടി എടുത്ത് നാരങ്ങ മേടിച്ചു തരാം. നമുക്ക് ബേക്കറിയുടെ വാദിക്കാൻ പൊട്ടിക്കാൻ
നാരങ്ങ കിട്ടിയില്ല, വേറെ എന്തെങ്കിലും മതിയോ? അതെന്നെ അടക്കുള്ളൂ. കാറോട് കയറ്റിട്ട് നടന്നു. എടാ വലിയ പച്ചക്കറി കിടന്ന തക്കാളി എല്ലാങ്കിലൊക്കെ മതി. വണ്ടിയൊന്നുമില്ല, കയറ്റിക്കോ. ഇവിടെ കയറ്റാൻ പറ്റുമോ? അവിടെ ഇത് ഷോറൂമുകാരുടെ ഈ സ്ഥലം. അതല്ല, കേറും കയറ്റി. അത് പറക്കുന്നതിനകത്ത് ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോ എന്തിലോ ചെന്ന് മുട്ടി. ഇറങ്ങി പോകുന്നത് ഒരു കിലോ നാരങ്ങ ഷോറൂം അടക്കം വാങ്ങിക്കേണ്ടി വരും. ഈ വണ്ടി മാത്രം കൂടെ വെച്ച് കയ്യിൽ കൊണ്ട് കൊടുത്തോണ്ട് പറഞ്ഞ യൂട്യൂബ് ലോക്കൽ ഡ്രസ്സാണ്. നാരങ്ങ മേടിച്ചിട്ടോ? പച്ച നാരങ്ങ പച്ച നാരങ്ങയാണ് കിട്ടുക. വണ്ടി എടുക്കാൻ തെന്നി വീഴും. മറ്റേ സ്ക്രാപ്പ് വണ്ടി സ്ക്രാപ്പ് സ്റ്റാഫ് വണ്ടിയാണ്. പുതിയ വണ്ടി എടുത്ത് കട കയറാൻ പോലെ ചേച്ചി നോക്കണ്ടേ? ഈ ചിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മാറും. ഇതേ ഉരുണ്ട് വീഴല്ലേ കേട്ടോ. അത് പച്ചക്കറി കേട്ടോ തെഞ്ഞു വീഴുണ്ട്. ഇനി ഇവിടെ തന്നെ കേറ്റാം. ഇതിന് തെഞ്ഞുകൾ നേരെ പുറകു നേരെ ഫ്രണ്ടിൽ നടക്കുന്നത്. അതിന്റെ അവസരം പിടിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഫസ്റ്റ് സർവീസ് വണ്ടി ഇറക്കുന്നു. ഫസ്റ്റ് സർവീസ് ഒരു ദിവസം എന്റെ വണ്ടി ഒന്ന് പരിചയപ്പെടുന്നത്. കുഞ്ഞിക്കാരൻ എനിക്ക് തോന്നുന്നു തെഞ്ഞ ചെറിയ നാരൊക്കെ എടുത്താൽ നാരങ്ങ വലുതായി പോയത്. പിന്നെ ചീര വെച്ച് പൊട്ടിച്ചാൽ മതിയായിരുന്നു. ശരി, ഇതിന്റെ സ്ക്രൂ എടുക്കാണ്ട് അടിച്ചാ മതി. അത് കഴിയോ തുണി ചെവന്ന വെന്നാട ചെവന്ന വെന്നാട. നല്ല കാശയാ. ഇത്രയും പരിപാടി ഉണ്ടായി നമുക്ക് അറിയുന്നു. വണ്ടീനെ പോലെ എന്റെ ജോലി ഞാൻ എന്റെ ചമ്മല നാണം വരുന്നുണ്ടോ? വെള്ളം അതെങ്ങോട്ടേക്ക് കിട്ടാ. എങ്ങോട്ടെങ്കിലും ഇപ്പം നീ ആ തുണി മുപ്പിക്കുമ്പോ അതിന്റെ എഞ്ചിനെ നോക്കിയാൽ എടാ വലിയ ഇഷ്യൂ നാരങ്ങ. നീ എവിടെ? പേറിന് നാരങ്ങ അത്ര വലിപ്പില്ല. ഇത് നമ്മളുടെ ഇൻവോയ്സ് ആണ്. ഷോറൂം ലൈസൻസ് ഇൻവോയ്സ്. തങ്കടിക്കന്റെ സീരിയസ് ആയിട്ട് കാര്യം. കൂടെ പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. പക്ക് മാത്രന്മാരെ കൂടെ പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. ഞാനിവന്മാരകത്ത് എന്റെ തെങ്ങിനൊക്കെ കിടക്കും. ഒരു പണിയില്ല. മാനേജറെ ഈ വണ്ടിയുടെ എല്ലാ കടയിലും എല്ലാം പിന്നെ നീ നോക്കാം. ശരിയാക്കാം. ഏതാ ശരിയാക്കിയത്? ഒക്കെ അനാവശ്യം കെട്ടടിക്കാതെ ഒന്ന് മാറ്റാവോ?
ഈ നാരങ്ങ ഇവിടെ നാരങ്ങ വെച്ചില്ല കൈസ്. ഇങ്ങനെ നെയ്യ വാങ്ങിട്ട് ഫോട്ടോ എടുത്ത ഒന്നും ചാടി ഫോട്ടോ എടുത്താ ഇനിയുണ്ട് ബുക്ക്. അറിയാം കട വെച്ചിട്ട് വരാം. കട വെക്കാം. വയറിന് നശിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യണ്ട അങ്ങ് ഒന്നിക്കൊണ്ട് വന്നാ മതി. ഈ 10 കിലോമീറ്റർ ഓടിക്കുന്ന സർവീസ് ഉണ്ടെന്ന് പറഞ്ഞത്. 1500 700 ഇപ്പൊ 10 തന്നെ കയറിയ വണ്ടി. നീ തള്ളിക്കൊണ്ട് വാ. തള്ളിക്കൊണ്ട് വാ ഇങ്ങോട്ട്. ഇവിടെ നമുക്ക് കയറാം. നാരങ്ങ വണ്ടി എടുക്കാൻ പറ്റിയല്ല. നാരങ്ങ വണ്ടി എടുക്കാൻ പറ്റിയല്ല. അത് ഫ്രീ ആയിട്ട് പോരാ. ഞാൻ വെക്കണം. എടാ വീഡിയോ എടാ നീ മറ്റേ വീഡിയോ എടുക്കും. എടുക്കെടുക്ക് വീഡിയോ എടുക്കും. ഇപ്പൊ എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ. എടുക്കാൻ നോക്കും. റേസ് ചെയ്യും. ഗിയർ എങ്ങോട്ടാന്ന് ചോദിച്ചാ ഗിയർ എവിടെയാ? രണ്ടാമത്തെ ടേറി ഞാൻ പോറ്റാ. ഇത് ലാഭാ. ഒരു നാരങ്ങ അല്ല, ഒരു നാരങ്ങ കൊണ്ട് 2 ടയറും കയറ്റി. നമ്പർ കിട്ടിയ ഞാനവിടെ ബുട്ടോസിന്റെ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാരും EMI അടയ്ക്കാനായിട്ട് 1-ാം തീയതി ഇവർക്ക് തന്നെ 1-ാം തീയതി തിരിച്ച് എങ്ങോട്ടാ കാറിലോട്ട് പോടാ. റൗണ്ട് അടിക്കും. ഒന്ന് ഓടിക്കേ. കൊറേ ഓടാൻ പറ്റത്തില്ല. ഒരു വീഡിയോ എടുക്കും. പോണ വീഡിയോ ഫുൾ ടാങ്ക് പുറത്തടിക്കുന്നത്. പെട്രോൾ ഇല്ലെന്ന് വണ്ടി മാറി പോയെന്ന് പറഞ്ഞു. പെട്രോൾ ഇല്ല ഗൈസ്. അവര് പോയി. അതെ വണ്ടി നേരെ തിരിച്ചു കയറ്റി. ഫുൾട്ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്ന നാരങ്ങയുടെ പൈസയും പോയി. പരിപാടി തക്കിന്റെ തഗ്ഗും ബുട്ടോസിന്റെ വണ്ടി. ബുട്ടോസിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയില്ല. രണ്ടാമത് അതിന് വേണ്ടിട്ട് ഷോറൂമിൽ ചെന്ന് ചോദിക്കാമോ. അവർക്ക് ഇത്ര നേരത്തെ ആവശ്യമുള്ള വണ്ടി എടുത്തിട്ട് 1-ാം തീയതി എങ്ങനെ ഈ വണ്ടി നിങ്ങൾ ഇപ്പൊ ഈ കൊളത്തിൽ കാണും. കുറച്ച് കഴിയുമ്പോൾ ആ കൊളത്തിൽ കാണാം. പൈസ കിട്ടിയ പിന്നല്ല ചോദിച്ചു. കൂപ്പൺ തന്നാ എന്നാ കിട്ടിയേ? ചോദിച്ചാൽ തരികയല്ലോ.
എടാ കിട്ടിയാ എന്നെ പറഞ്ഞു 1240 കിട്ടിയ 1200 രൂപയ്ക്ക് മുട്ടടിക്കേണ്ട കാര്യമുണ്ടോ അതിനകത്ത്? മണിപ്പിച്ചാ മതി. 200 രൂപയ്ക്ക് പെട്രോൾ അത് മതി. ബാക്കി മുട്ടടിക്കാം. എടാ ആ sticker വീണ്ടും ചോദിച്ചു പുതിയ വണ്ടിക്ക്. തൊട്ടടുത്തുള്ളതുകൊണ്ട് ഇപ്പുറത്തെ വണ്ടി എടുത്ത് റോട്ടിൽ കൂടി തള്ളി. പുതിയ വണ്ടി എടുത്ത് തള്ളേണ്ട അവസ്ഥ. ഒന്ന് ഇളക്കി പതിവ് പണിയൊന്ന് കാണിച്ചേ. 2 ഇളക്കിളക്കി ഉണ്ടോ? കുലിക്ക് ആഞ്ഞു കുലിക്കടാ. കാണാൻ പറ്റില്ല അതിന്റെ അടിയിൽ പേടിക്കണ്ട അതില്ല. ഇല്ല. ഉള്ളത് വെയിലത്ത് വെച്ച് വാട്ടി കളയണം. നമ്മൾ പറ്റിച്ചോ? ഇതിനൊന്നും ഇല്ല. ചെയ്ത് പറ്റിച്ചത് ഇവിടെ അടുത്ത് വീട് വരെ പോകും. കടയില്ലാത്തോണ്ട് തള്ള അതൊരു ഉപകാരം. പുതിയ വണ്ടി എടുത്തിട്ട് തള്ളേണ്ടി വരുമല്ലോ. അതന്നെ വീട്ടിലെ പൂച്ചയാണ്. എന്റെ വണ്ടി ഒന്ന് കാണിക്കണ്ടേ? ഇത്ര ബാധ്യതകൾ നീ നോക്കി നടത്തണം. അത് സ്റ്റാർട്ട് ചെയ്താലേ വരുവാ. വണ്ടി സ്റ്റാർട്ടാക്കിയാലേ പാസ്സാവുള്ളൂ. പാസ്സാവും. മൈലേജ് ഉള്ളതുകൊണ്ട് ഇനി എപ്പോ വേണേലും പോകാനായിട്ട് നീ വരണം. എപ്പോ കുപ്പി വെക്കണമെങ്കിലും നീ വരണം. ആര് വണ്ടിയൊക്കെ കൊണ്ടുപോയാണ്. വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആക്ടർ മുട്ടോസായിരുന്നു. ഇതിന്റെ നായക മുട്ടോസാണ്. പക്ഷെ ആദ്യത്തെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് അവന് വണ്ടിയില്ല. അവര് തിരിച്ചു കൊണ്ട് പറഞ്ഞു കൊടുക്കുക. സാൻഡ്രിക്സ് എന്തെങ്കിലും ശരിയോ? താങ്ക് യു. ചേക്കാൻ്റെ തന്നു. ഇനിയിപ്പോ നമ്മളിവിടെ വന്നിട്ട് കാര്യമില്ല. വാ ഞാൻ നെക്സ്റ്റ് മന്തി കടയിൽ. അയ്യോ ഈ കാർ ആരും എടുക്കും. എന്തിന് ഹെൽമെറ്റ് ഇല്ലാതെ അടുത്ത ആൾ കയറിട്ട് എന്നാ എടുത്തോ. വീഡിയോ എടുത്തിട്ടുണ്ടോ വണ്ടി പോണേ? ആ അതെ അതെ. ഫസ്റ്റ് റൈഡ് ഞാൻ തന്നെ അതിങ്ങനെ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റ് ഞാൻ വെച്ചാ പോരെ. ഇനി നിന്റെ സാറിനൊക്കെ തലക്കിട്ടുമല്ലോ. ഈ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഉണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൈഡ് പോവാണ് മുട്ടോസിന്റെ വണ്ടിയിൽ. CR7 ഫാനായ ബുട്ടോസ് സ്വന്തം പഴയ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കും. ഇപ്പൊ നടക്കും എല്ലാം. ഒന്ന് നോക്കണ്ട പറപ്പിച്ച് വിട്ടോളാം. നാലെണ്ണം എല്ലാം ബാക്കിലോട്ടെ. ആയിക്കോട്ടെ. നശിപ്പിച്ച് അങ്ങനെയുണ്ട്. നേരെ ഗിയർ ഇത് ഈ സാധനം ഇച്ചിരി നീണ്ടായിരിക്കുന്നു. പക്ഷേ കേട്ടോ ചക്കു അതിന്റെ പറഞ്ഞ ഓർമ്മിച്ച് അങ്ങനെ അവിടെ വീഡിയോ അങ്ങനെ
മുട്ടോസിൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ചിലവൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.